الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, നാം ഏറെ ഭയപ്പെടേണ്ടത്, നാം ഏറെ പേടിക്കേണ്ടത് ആരെ ആണ് എന്നത് ചോദിച്ചാൽ അത് അള്ളാഹുവിനെയാണ് എന്നാണ് അതിൻ്റെ ഉത്തരം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ സൃഷ്ടാവാണ്, നമ്മുടെ എല്ലാവരുടെയും ഖാലിഖാണ്, റബ്ബാണ്. അവൻ്റെ അടിയാന്മാരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ആ സൃഷ്ടാവിനോട് നമുക്ക് ചില കടമകളും കടപ്പാടുകളും നമുക്ക് ഉണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. റബ്ബിനെ പേടിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന കാര്യത്തിൽ ഇന്ന് നമ്മളൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ആരെയാണ് നമ്മൾ കൂടുതൽ ഭയപ്പെടുന്നത്? അള്ളാഹുവിനെയാണോ അതോ അവൻ്റെ സൃഷ്ടികളായ പടപ്പുകളെയാണോ നമ്മൾ കൂടുതൽ ഭയപ്പെടുന്നത്? നാം ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. കാരണം അവൻ കാരുണ്യവാനാണ് എന്നതോടുകൂടി തന്നെയും അവൻ ശക്തമായി കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്ന് നമുക്ക് അള്ളാഹുവിനെ വേണ്ട രീതിയിൽ പേടിക്കേണ്ടതുപോലെ പേടിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി. അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ അവർ കണക്കാക്കിയിട്ടില്ല. നമുക്ക് എങ്ങനെയാണ് അള്ളാഹു, ആരാണ് അവൻ, അവൻ്റെ കഴിവെത്രയാണ്, അവൻ്റെ മാഹാത്മ്യവും എത്രയാണ് എന്ന് നമ്മൾ ഇന്ന് വരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ച് മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വേള ആ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. അവർ വഴിവിട്ട ജീവിതം നയിക്കുമ്പോൾ, അവർ ആ പ്രവാചകനെ അനുസരിക്കാതിരിക്കുമ്പോൾ, ആ പ്രവാചകന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, അള്ളാഹു അയച്ച ആ പ്രവാചകനെ ഉൾക്കൊള്ളേണ്ടതിന് പകരം, സ്വീകരിക്കേണ്ടതിന് പകരം, അനുസരിക്കേണ്ടതിന് പകരം അവർ ധിക്കാരം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അവരോടാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾക്ക് എന്തു പറ്റി? മാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറ. അള്ളാഹുവിന് യാതൊരു ഗാംഭീര്യവും നിങ്ങൾ കാണുന്നില്ലേ, കൽപ്പിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്നത്തെ സമൂഹം ജീവിക്കുന്ന കാഴ്ചകൾ, അവരുടെ ജീവിത രീതികൾ എടുത്തു പരിശോധിച്ചാൽ അള്ളാഹുവിനെ പേടിയില്ല. എന്തു തിന്മയും പ്രവർത്തിക്കാൻ അവർക്ക് യാതൊരു പേടിയുമില്ല. അള്ളാഹുവിനെ യാതൊരുവിധ ഭയവുമില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ധിക്കാരമായ മനോഭാവത്തോടു കൂടിയാണ് മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ വൃത്തികെട്ട വഴികളും തുറന്നുകൊണ്ട് യഥേഷ്ടം സ്വൈരവിഹാരം നടത്തുകയാണ്. തങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല, ആരെയും പേടിക്കാനില്ലാത്ത ഒരു പ്രകൃതമാണ് ഇന്നത്തെ സമൂഹം വെച്ചു പുലർത്തുന്നത്. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ നമ്മൾ അറിയണം, നമ്മൾ അറിഞ്ഞ് വിശ്വസിക്കണം. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ അവർ കണക്കാക്കിയിട്ടില്ല എന്ന് പറയും. മുകളിൽ നിന്നുകൊണ്ട് അള്ളാഹു നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് റബ്ബ്. ഏതു സമയവും ഏതു കാലത്തും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്.
നിന്റെ റബ്ബ് പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഉണ്ട് എന്ന്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് പതിയിരിക്കുന്ന സ്ഥാനത്തുണ്ട്. രഹസ്യം അവിടെ ഉണ്ട്, റബ്ബുണ്ട്, നിന്റെ മുമ്പിലുണ്ട്, സദാ ഉണ്ട്, നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് റബ്ബ് എന്ന് നീ അറിയണം. മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിങ്ങളുടെ മേൽ മേൽനോട്ടം വഹിക്കുന്നവനായി, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനായി അല്ലാഹു ഉണ്ട് എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ഒളിക്കാനോ മറക്കാനോ തിന്മ ചെയ്യാനോ നമുക്ക് യാതൊരു അവസരവുമില്ല. മനുഷ്യന്റെ കണ്ണ് പൊത്തിയാലും മനുഷ്യനിൽ നിന്നും ഒളിച്ചു വെച്ചാലും മറച്ചു വെച്ചാലും നിന്റെ റബ്ബിനെ മുമ്പിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ, മറച്ചു പിടിക്കാൻ നിനക്കൊരിക്കലും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരും. ഈ ഒരു വിശ്വാസമാണോ നമുക്ക് ഉള്ളത്? ഈ ഒരു വിശ്വാസം കൃത്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് രൂഢമൂലമായി ഇറങ്ങിച്ചെന്നാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ വിധത്തിലുള്ള ഒരു ഭയപ്പാട് നമ്മുടെ ഹൃദയത്തെ മതിച്ചാൽ നമുക്ക് കൃത്യമായ വിശ്വാസികളായി മാറുവാൻ സാധിക്കും. അങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് അള്ളാഹു സ്വർഗം നൽകാമെന്ന് ഏറ്റിട്ടുള്ളത്, അല്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ആര് അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നുവോ ജന്നതാൻ, അവന് 2 സ്വർഗമുണ്ട് എന്നാണ്. അവന് 2 സ്വർഗം അള്ളാഹു നൽകുമെന്നാണ്. അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുക. സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ തെറ്റിപ്പോകുന്നു, നമ്മുടെ വഴികൾ മാറിപ്പോകുന്നു, നമ്മളുടെ ചിന്തകൾ ചിതറിപ്പോകുന്നു. ആൾക്കൂട്ടത്തിൽ വരുമ്പോൾ നാം ഒരു മുഖം വെച്ചു പെരുമാറുമ്പോൾ, നാം ഒറ്റക്കായി തീരുമ്പോൾ മറ്റൊരു മുഖം നമ്മളിൽ പ്രകടമാകുന്നു. വിശ്വാസികളുടെ കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല മുസ്ലിമായിട്ടൊക്കെ ഇരിക്കുന്നു. ഒറ്റക്ക് പോയാലോ, ഒറ്റക്കൊരു റൂമിൽ ചെന്നു നിന്നാലോ, മൊബൈലും എടുത്ത് നമ്മൾ എന്താണ് കാണുന്നത്, നമ്മൾ എന്താണ് നോക്കുന്നത്, എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? അവിടെ ആരുണ്ട്? അവിടെ ആര് ഉണ്ട്? ഏത് ദുനിയാവിലെ ഏത് കോണിലാണെങ്കിലും, ഏത് പാതിരാവിൻ്റെ വേളയിലാണ് എങ്കിലും നിന്റെ റബ്ബ് നിന്റെ കൂടെയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പലവിധ പേരുകൾ നമുക്കറിയാം. അസ്മാഉൽ ഹുസ്ന, 99 പേരുകൾ, നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. ഓരോന്നും അവന്റെ നാമഗുണ വിശേഷണങ്ങളാണ് അറിയിച്ചു തരുന്നത്. അതിൽപ്പെട്ടതാണ് ബസീർ എന്ന് പറയുന്ന ഗുണം. ബസീർ, സദാ കണ്ടുകൊണ്ടിരിക്കുന്നവൻ. അതേപോലെ തന്നെ റഖീബ്, അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. സമീഅ, എല്ലാം കേൾക്കുന്നവൻ. അലീം, എല്ലാം അറിയുന്നവൻ. ബസീർ, എല്ലാം കാണുന്നവൻ. ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ ഈ ഒരു കാഴ്ച. നമ്മുടേത് മാതിരിയുള്ള കാഴ്ചയല്ല. ഈ ഒരു കേൾവി നമ്മളുടെ മാതിരിയുള്ള കേൾവിയല്ല. ഈ ഒരു നിരീക്ഷണം നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെയല്ല. അള്ളാഹുവിനെല്ലാം കൃത്യമായിട്ട് അറിയാം. ഈ ഒരു വിചാരവും ബോധത്തോടു കൂടിയാണോ നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, കാണുന്നവനാണ്. അവനെ ഒളിപ്പിക്കാനോ ആർക്കും സാധിക്കുകയില്ല എന്ന വിശ്വാസത്തോടു കൂടി, എന്ന ഈമാനോടു കൂടിയാണ് നാം റബ്ബിനെ വിശ്വസിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ സാധിക്കും എല്ലാ കാര്യത്തിലും. അല്ലെങ്കിലോ നമ്മൾ നിഫാഖിലകപ്പെട്ടു പോകും, നമ്മൾ മുനാഫിക്കീങ്ങളായി മാറും, നമ്മൾ അവിശ്വാസികളായി പോകും, നമ്മൾ ബഹുദൈവ വിശ്വാസികളായി മാറും.
ഈ ഒരു ഈമാനോടു കൂടി വേണം, ഈ ഒരു ബോധത്തോടു കൂടി വേണം നാം അള്ളാഹുവിനെ അറിയാനും മനസ്സിലാക്കുവാൻ. അള്ളാഹു പറയുകയാണ്, ഹുവല്ലദീ, ബസീറിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല 42 സ്ഥലങ്ങളിലാണ് അവൻ ബസീറാണെന്ന് പറയുന്നത്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവൻ എന്നർത്ഥം. എല്ലാം സദാ കണ്ടുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ മേൽനോട്ടത്തിലാണ് നാം, അവൻ്റെ ദൃഷ്ടിയിലാണ് നമ്മളുള്ളത്. ആ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകാൻ ഒരു പടപ്പിനും സാധ്യമല്ല, ഒരു ഇൻസിനും സാധ്യമല്ല. നോക്കുക, അള്ളാഹു പറയുകയാണ്, ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅ്റുജു ഫീഹാ വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അള്ളാഹു അവനെ കുറിച്ച് പറയുകയാണ്, ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം, 6 ദിവസങ്ങളിലായിക്കൊണ്ട് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവനാകുന്നു അവൻ. 6 ദിവസങ്ങളിലായിക്കൊണ്ട് ഈ ഭൂമിയെയും ആകാശങ്ങളെയും പടച്ചവനാണ് അള്ളാഹു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, യഅലമു മാ യലിജു ഫിൽ അർള്, ഭൂമിയിൽ പ്രവേശിക്കുന്നത് എന്തെല്ലാമാണെന്ന് അവൻ അറിയുന്നു. വമാ യഖ്റുജു മിൻഹാ, അതിൽ നിന്ന് പുറത്തു വരുന്നതും അവൻ അറിയുന്നു. എന്തെല്ലാം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ, എന്തെല്ലാം ഭൂമിയിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ, അതെല്ലാം അള്ളാഹ് അറിയുന്നുണ്ട്. എന്തെല്ലാം നമ്മളൊക്കെ വിചാരിക്കും ആരും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല എന്നൊക്കെ വിചാരിക്കും. അള്ളാഹു അറിയുന്നുണ്ട്. വരുന്നതും പോകുന്നതും ഭൂമിയിലേക്ക്, ഈ ഭൂമി എന്ന് പറയുന്ന നമ്മൾ വസിക്കുന്ന, ഈ ജീവികൾ വസിക്കുന്ന, കോടാനുകോടിക്കണക്കിന് ജീവികൾ വസിക്കുന്ന, അതിലേറ്റവും കോടിക്കണക്കിന് മനുഷ്യർ താമസിക്കുന്ന ഈ ഭൂമിയിലേക്ക് എന്ത് വരുന്നോ, എന്തുണ്ടാകുന്നോ, അത് അള്ളാഹു അറിയുന്നു. അതിൽ നിന്നും പുറത്തു പോകുന്നതും അള്ളാഹു അറിയുന്നു. വമാ യൻസിലു മിനസ് സമാഇ വമാ യഅ്റുജു ഫീഹാ, ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതുമെല്ലാം അവൻ അറിയുന്നു. വഹുവ മഅകും ഐനമാ കുൻതും, എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു പറയുന്നത്, വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. തൊട്ടടുത്തുണ്ട് അള്ളാഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ അറിവ്, അവൻ്റെ കാഴ്ച, കേൾവി, ഇതെല്ലാം തൊട്ടടുത്താണ്, നേർക്കുനേരെയാണ്. നമ്മളൊന്ന് വിചാരിക്കേണ്ട അള്ളാഹു ഇടോനാകാശത്ത് അങ്ങിരിക്കുകയാണ്. ഇപ്പം ഇത്രയും ആളുകളൊക്കെ ഓരോരുത്തരും പ്രവൃത്തികൾ ചെയ്യുമ്പോഴൊക്കെ അള്ളാഹു കാണാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മളൊക്കെ ഒരുപക്ഷെ അങ്ങനെയൊക്കെ വിചാരിച്ചു പോയേക്കാം. ഇല്ല, അങ്ങനെ സംഭവിക്കുകയില്ല. ഓരോരുത്തരെയുമായിട്ട് കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് റബ്ബ്. അങ്ങനെ ഉള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു. അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു പ്രവൃത്തിയും അള്ളാഹു കാണുന്നുണ്ട്. നന്മയാകട്ടെ തിന്മയാകട്ടെ, വരാൻ പോകുന്ന ആയത്തിലൊക്കെ ചെറിയ നിസ്സാരമായ സംഗതികൾ പോലും, ഒരു കടുകുമണി അത്രയുമാണ് ഒരു കാര്യമെങ്കിൽ അതുപോലും അള്ളാഹു വിട്ടുപോകുന്നില്ല, അള്ളാഹുവിനെ മറഞ്ഞു പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ശ്രദ്ധയിൽ നിന്നും ഒരു കാര്യവും വിട്ടുപോവുകയില്ല. അള്ളാഹു പറയുകയാണ്, വമാ തകൂനു ഫീ ശൈനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ ഇദ് തുഫീദൂന ഫീഹി വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബർ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എന്താ പറഞ്ഞത്?
സൂറത്ത് യൂനുസ് 10-ാം അധ്യായത്തിലെ 61-ാമത്തെ വചനം അള്ളാഹു പറയാണ്, വമാ തകൂനു ഫീ ശൈനിൻ, നീ വലിയ കാര്യത്തിലും ഏർപ്പെടുകയോ, മുഹമ്മദ് നബിയെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. വമാ തകൂനു ഫീ ശൈനിൻ, നീ വല്ല കാര്യത്തിലും ഏർപ്പെടുകയോ, വമാ തത്ലു മിൻഹു മിൻ ഖുർആനിൻ, അതിനെ പറ്റി ഖുർആനിൽ നിന്ന് വല്ലതും ഓതി കേൾപ്പിക്കുകയോ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നേരവും ഖുർആനുമായിട്ടുള്ള ജീവിതമായിരുന്നല്ലോ. അപ്പൊ ആ പ്രവൃത്തിയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴും വമാ തഅമലൂന മിൻ അമലിൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ആണെങ്കിലും, ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ ഇത് തുഫീദൂന ഫീഹി, നിങ്ങൾ അതിൽ മുഴുകുന്ന സമയത്ത് നിങ്ങളുടെ മേൽ സാക്ഷിയായി നാം ഉണ്ടായിരിക്കും. ഏത് പ്രവൃത്തിയിലും അള്ളാഹു സാക്ഷിയായിട്ട്, ഷുഹൂദായിട്ട്, ഷാഹിദായിട്ട്, എന്തു പ്രവർത്തിച്ചാലും ഒരു സാക്ഷിയായിട്ട് അള്ളാഹു ഉണ്ട് എന്ന്. അത് മാത്രമാണോ? പിന്നെ അപ്പുറവും ഇപ്പുറവും മലക്കുകൾ വേറെ ഉണ്ട് അല്ലേ? നമ്മുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ സദാ എഴുതി രേഖപ്പെടുത്തുന്ന മലക്കുകൾ, 2 മലക്കുകളെ ഓരോരുത്തർക്കും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. നന്മയും തിന്മയും രേഖപ്പെടുത്തുന്ന മലക്കുകൾ അല്ലേ? അത് അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള പല സംവിധാനങ്ങളും അള്ളാഹു ഇവിടെ ഉണ്ട്. ഇനി ഭൂമിയോ, ഭൂമിയെ സംബന്ധിച്ചോ, ഭൂമി അതിന്റെ വർത്തമാനം പറയും അല്ലേ? അൽ ഖാരിയതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. അങ്ങനെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിന്റെ വർത്തമാനം പറയും. നോക്കുക, അപ്പം ഭൂമി, നാം വസിക്കുന്ന ഭൂമി, പ്രദേശം, ഏത് പ്രദേശത്ത് വെച്ച് എന്താണോ നാം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതാ എല്ലാത്തിനെയും സംസാരിക്കാൻ കഴിവ് നൽകിയ അള്ളാഹു ഭൂമിയെ കൊണ്ട് സംസാരിപ്പിക്കും. നമുക്കൊരു നാവ് ഇങ്ങനെ തന്നു അല്ലേ? സംസാരിക്കാൻ അള്ളാഹു ഏർപ്പെടുത്തിയ ഒരു സംവിധാനമാണ്. നാവുണ്ടായിട്ടും സംസാരിക്കാത്ത മനുഷ്യരുണ്ട്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നാവിനെ നമുക്ക് നൽകി, ഒരു നാവ് നൽകി, അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു. അതേ പടച്ചവൻ തന്നെയാണ് തൊലികൾ സംസാരിക്കുന്നു. പരലോകത്ത് നാളെ അൻതഖ്നല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈഇൻ, നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുകയാണെന്ന് ചോദിക്കുമ്പോൾ തൊലികൾ അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കാല് സാക്ഷി പറയും, കൈകൾ സംസാരിക്കും. ഇപ്പൊ തൊലികൾ സംസാരിക്കുന്നു, തീർന്നില്ല, കൈകൾ സംസാരിക്കും അല്ലേ? നോക്കുക എന്തെല്ലാം സംവിധാനമാണ് വരാൻ പോകുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു ഭയം നമുക്കുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എന്നിട്ടല്ലേ അള്ളാഹുവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആരാണ് എന്ന് നമുക്കിപ്പോഴും കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് ആ ഒരു അറിവ് നമുക്ക് കടന്നു ചെന്നിട്ടില്ല എന്നാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിൽ മുഴുകുന്ന സമയത്ത് നിങ്ങളുടെ മേൽ സാക്ഷിയായിട്ട് അള്ളാഹു ഉണ്ട്. വമാ യഅ്സുബു അൻ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ ശ്രദ്ധയിൽ നിന്ന് ഒന്നും വിട്ടുപോകുകയില്ല. സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബാണ്. ആ റബ്ബിന്റെ ശ്രദ്ധയിൽ നിന്ന് ഒരു കാര്യവും, എങ്ങനെയുള്ള ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ, മിസ്ഖാലി ദർറത്തിൻ, ഒരു കടുകുമണിയുടെ അത്രയും തൂക്കമുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് അത് വിട്ടുപോകുകയില്ല. ഒരു നിസ്സാരം, വളരെ നിസ്സാരം. ഖുർആൻ അവിടെ കൊണ്ട് നിർത്തിയില്ല, ആ കടുമുഖം മണി കൊണ്ട് നിർത്തുന്നില്ല. അള്ളാഹു വീണ്ടും പറയാണ്, വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ, അതിനേക്കാൾ ചെറുതുണ്ടോ അതുകൂടി. ആലോചിച്ച് നോക്കിക്കേ, ആ ഒരു നിസ്സാരമായി നമ്മൾ ഗണിക്കുന്ന ഏതൊരു കാര്യവും എത്ര നിസ്സാരമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യവും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല
വല അക്ബറ ചെറുതാകട്ടെ, അതിനേക്കാൾ ചെറുതാകട്ടെ, വലുതാകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ അത് ഒരു രേഖയിൽ ഉൾപ്പെടുത്താതെ പോകുന്നുമില്ല. രേഖപ്പെടുത്തി വെച്ചിരിക്കുക അല്ലേ? നാളെ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രേഖ നമുക്കൊക്കെ നമ്മൾക്ക് നേരെ സമർപ്പിക്കും. ഓരോ മനുഷ്യനും അവന്റെ കർമ്മരേഖ നൽകും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഓരോരുത്തർക്കും നൽകും അല്ലാഹു. എന്നിട്ട് പറയും ഇഖ്റ, നീ വായിക്ക്. ഇഖ്റ കിതാബക്, നിന്റെ രേഖ നീ വായിക്ക്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, ഇന്ന് നിന്റെ കണക്കുമൊക്കെ നോക്കാനൊക്കെ നീ തന്നെ ധാരാളം. നമ്മൾ നമ്മുടെ ബുക്ക് നോക്കുകയാണ്, കണക്ക് നോക്കുകയാണ്, ജീവിത രേഖ, കർമ്മരേഖ നമ്മളിങ്ങനെ നോക്കുകയാണ് ഓരോന്നും. അപ്പൊ പറയും ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, പടച്ചവനെ ഒന്നും വിട്ടു കളഞ്ഞിട്ടില്ലല്ലോ, ഒന്നും ഒഴിവായി പോയിട്ടില്ലല്ലോ റബ്ബേ എന്ന് വിഷമിക്കുന്ന, വെപ്രാളപ്പെടുന്ന, ഓർത്ത് ഓർത്തോർത്ത് കരയുന്ന ആ ഒരു രംഗം നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഗ്രന്ഥം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥ, നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. എന്താണ് നമ്മുടെയൊക്കെ സ്ഥിതി, അവസ്ഥ? അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കണം, വിട്ടുപോകുകയില്ല, ഒന്നും അല്ലാഹു വിട്ടുകളയുകയില്ല. എല്ലാം ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. സൂറത്തുൽ മുജാദിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അറിയുന്നവനാണ് അല്ലാഹു എന്ന് നീ കണ്ടില്ലേ? എങ്ങനെ, എപ്രകാരം? മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉ, നിങ്ങൾ മൂന്നാളുകളാണ് നിങ്ങളെങ്കിൽ നാലാമനായിട്ട് നിങ്ങളോടൊപ്പം അല്ലാഹു ഉണ്ട്. നമ്മൾ 3 പേര് മാറി ഒരു രഹസ്യം, ഒരു ഗൂഢാലോചന, ഒരു രഹസ്യ മീറ്റിംഗ് ആണെങ്കിൽ ഓർത്തോ, നാലാമനായിട്ട് ഇല്ലാ ഹുവ റാബിഉഹും മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും, നാലാമനായിട്ട് അല്ലാഹു ഉണ്ട്. 3 ആണെങ്കിൽ നാലാമനായിട്ട് അല്ലാഹു ഉണ്ട്. വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസു, 5 ആണെങ്കിൽ 6ആമനായിട്ട് നിങ്ങളോടൊപ്പം അല്ലാഹു ഉണ്ട്. എത്ര കൃത്യമായിട്ടാണ് ഇത്! പഠിക്കാതെ ഒക്കെ ജീവിച്ചാലുള്ള അവസ്ഥ എന്താണ്? ഈ ഒരു ബോധത്വം ഇല്ലാതെയാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായിത്തീരും? നമ്മൾ സർവ്വ തെറ്റുകളും ചെയ്തു പോകും. അങ്ങനെ ഒരു ഇന്നത്തെ തലമുറയുടെ അവസ്ഥ എന്താണ്? വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകുന്നു, നമ്മൾ പറഞ്ഞു വിടുന്നു നമ്മുടെ മക്കളെ. ഈ +1 +2 കുട്ടികൾ നമ്മളെ വീട്ടിൽ നിന്ന്, നമ്മുടെ കൺവെട്ടത്ത് നിന്ന് നമ്മൾ കാണുന്നത് എന്താണ്? അവർ പഠിക്കാൻ പോകും. പക്ഷേ കറങ്ങി നടക്കുന്ന കുട്ടികളെയും നമ്മൾ കാണുന്നു. ക്ലാസ് സമയത്ത് ആ ക്ലാസ്സിൽ പഠിക്കേണ്ടതിന് പകരം, ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ടതിന് പകരം ആൺകുട്ടികളുമായിട്ട് കറങ്ങുന്ന കുട്ടികളെയും നമ്മൾ കാണുന്നു. ബോധമില്ല. ബാപ്പാനെയും ഉമ്മാനെയും അല്ലേ എനിക്ക് ഒളിക്കാൻ പറ്റൂ? റബ്ബിനെ ഒളിക്കാൻ പറ്റുമോ? റബ്ബിനെ കാഴ്ചയിൽ നിന്ന് മറക്കാൻ പറ്റുമോ നമുക്ക്? ഈ അഴീക്കലും അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ പോകുന്ന കാണാം. ബസ്സിലും ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ ഇങ്ങനെ പഠിക്കാൻ വിട്ട കൗമാരക്കാരായ കുട്ടികൾ അവരിങ്ങനെ പഠിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു. ആരെയാണ് ഇവർ പറ്റിക്കുന്നത്? ആരെയാണ് അവർ വഞ്ചിക്കുന്നത്? അവർ വഞ്ചിക്കുകയാണ് ശരിക്കും, അല്ലേ? നോക്കുക, അവിടെയൊക്കെയാണ് പാൽക്കാരിയുടെ മകളെ നാം കാണേണ്ടത്, അല്ലേ? ഒരു പാൽക്കാരിയുടെ കഥയില്ലേ, നമ്മളൊക്കെ കേട്ട കഥകൾ. ഉമർ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട കഥ. രാത്രിയിൽ ഉമർ റളിയല്ലാഹു അൻഹു വേഷം മാറി സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. തിരിച്ചറിയാതെ എന്താണ് എൻ്റെ നാടിൻ്റെ അവസ്ഥ, ഒരു ഭരണാധികാരിക്ക് വെപ്രാളം, എങ്ങനെയാണ് എൻ്റെ കീഴിലുള്ള ആളുകൾ ജീവിക്കുന്നത്, അവർ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ പ്രയാസത്തിലാണോ
എന്തെങ്കിലും അവർക്ക് വേണ്ടതുണ്ടോ, എൻ്റെ രാജ്യത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് ഏകനായും ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ. ഒരിക്കൽ അങ്ങനെ പോകുമ്പോൾ ഒരു വർത്താനം കേൾക്കുകയാണ്, രണ്ടാളുകളുടെ വർത്തമാനം. ഒരു ഉമ്മായും മോളുമാണ്, സുബഹിന്റെ സമയമാണ്. എന്താണ്, പാലിൽ മോളെ കുറച്ച് വെള്ളം കൂടി പാലിൽ ചേർത്തോ എന്ന് പറയുന്നു. പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ പറയുന്നു. അപ്പോൾ ഉമ്മ അവരുടെ മകൾ പറയുന്നു, ഉമ്മ അത് ഉമർ റളിയല്ലാഹു അൻഹുവൊക്കെ അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരി അറിഞ്ഞാൽ പ്രശ്നമല്ലേ, ഇപ്പൊ ഈ സമയത്ത് ഉമർ എവിടെ നിന്നറിയാനാണ് മകളെ, നീ വെള്ളം ചേർക്കുക. അപ്പോഴുള്ള ഒരു മറുപടി എന്ന് പറയും. ആ പെൺകുട്ടി മനസ്സിലാക്കിയ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. ആ കുട്ടി പറയുകയാണ്, ഉമറിനെ നമുക്ക് മറക്കാം, ഒളിക്കാം, പക്ഷെ എല്ലാം കാണുന്ന റബ്ബിനെ നമുക്ക് ഒളിക്കാൻ പറ്റുമോ എന്നാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്. ആ പെൺകുട്ടി ഉമ്മയോട് പറയുന്നത്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നിട്ട് മകൻ ഉറക്കത്തില്ല, വിളിച്ചുണർത്തിയിട്ട് പറയും, മകനെ, ഞാൻ നിനക്കൊരു നല്ലൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, നിനക്കിഷ്ടമാണെങ്കിൽ നീ അവളെ വിവാഹം കഴിക്കുക, നിനക്കിഷ്ടമാണെങ്കിൽ നീ അവളെ പോയി വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു ആ പാൽക്കാരി പെൺകുട്ടിയെ ഒരു കൊട്ടാരത്തിലേക്ക്, അല്ലെ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഒരു കുടിലിൽ താമസിക്കുന്ന പെൺകുട്ടിയെ ദൈവബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, ആ ഒരൊറ്റ കാരണത്താൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരുമകളാക്കി മാറ്റാൻ മാത്രം ഒരു ഭയം ആ പെൺകുട്ടിക്ക് ഉണ്ടായി. ആ പെൺകുട്ടിയിൽ നിന്നാണ് പിന്നീട് രണ്ടാം ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മകൻ ജനിക്കുന്നത് ഈ ബന്ധത്തിൽ നിന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മുടെ ആ കർമ്മങ്ങളിലൊക്കെ നമ്മൾ കൈകെട്ടി നമസ്കാരത്തിൽ വന്ന് നിൽക്കുമ്പോൾ ആരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സൃഷ്ടാവിൻ്റെ മുമ്പിലാണ്. എങ്ങനെയുള്ള സൃഷ്ടാവാണ് അല്ലേ? ഈ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലം കയ്യിൽ ഈ ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുമെന്നാണ് ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. ഈ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ ഒരു വലം കയ്യിൽ അവൻ ചുരുട്ടിപ്പിടിക്കും. അങ്ങനെയുള്ള റബ്ബിനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ആ റബ്ബ് കാരുണ്യവാനാണ് എന്നതോടൊപ്പം തന്നെ അവന്റെ ശിക്ഷ അതിഭയാനകമായിരിക്കും. അള്ളാഹുവിനെ പേടിയില്ലാതെ ജീവിച്ചാൽ എത്ര തലമുറകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് നീക്കിയിട്ടുള്ളത്. ശിക്ഷയിലൂടെ എത്ര സമൂഹങ്ങളെ അള്ളാഹു തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹുവിനെ പേടിയില്ലാതെ ജീവിച്ച ഓരോരോ വിഭാഗത്തെയും തകർത്ത സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. അതേപോലെ തന്നെ നരകം, അള്ളാഹുവിന്റെ ശിക്ഷ താങ്ങാൻ കഴിയില്ല നമുക്ക്. നരകത്തെ അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. താങ്ങാൻ പറ്റുമോ നമുക്ക്? ദുനിയാവിലെ തീയിനേക്കാൾ 69 മടങ്ങ് ശക്തിയാണ് നരകത്തീക്കുള്ളത്. 70 ഭാഗിച്ചാൽ, നരകത്തിലെ തീയെ 70 ഭാഗിച്ചാൽ അതിലെ ഒരു ഭാഗമാണ് ഇവിടത്തെ നമ്മൾ ഉപയോഗിക്കുന്ന തീ എന്ന് പറയും. ആ തീയെ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഒരു കാര്യങ്ങളോ എല്ലാം ഓർത്തുകൊണ്ടായിരിക്കണം ആ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന, പേടിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് ഞാൻ എന്ന് ബോധത്തോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരന്മാരെ,
ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ കളറുകോട് ഭാഗത്തുണ്ടായത്. 5 കുട്ടികളാണ് ആ അപകടത്തിൽ മരണപ്പെട്ടത്. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ആ മാതാപിതാക്കൾ ആ കുട്ടികളെ ആ കോളേജിൽ ചേർത്തത്. ഏതൊരു പിതാവിൻ്റെയും ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരാഗ്രഹം, തൻ്റെ ഡോക്ടർ ആകുക എന്ന് പറയുന്ന ആ സ്വപ്നം, അത് ഏതൊരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ പ്രതീക്ഷകളാണ്. പക്ഷേ ആ പ്രതീക്ഷകളെ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ആണ് മരണം കടന്നു വരുന്നത്. മരണം അങ്ങനെയാണ്. മരണത്തെ നമുക്ക് പിടിച്ചു വെക്കാൻ, നിയന്ത്രിക്കാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. പലപ്പോഴും നമ്മളൊക്കെ പോയേക്കാം, ആ കുട്ടികൾ ആ സമയത്ത് യാത്ര ചെയ്യണ്ടായിരുന്നു, ആ മഴയുള്ള സമയത്ത് അങ്ങനെ പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കഴിഞ്ഞ അല്ലെങ്കിൽ നേരത്തെയോ ഒക്കെ ആ യാത്രയാക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും. അത് നമ്മളുടെ ദുർബലതയാണ്, നമുക്കങ്ങനെ പറയാൻ കഴിയും. പക്ഷെ മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, പരമസത്യമാണ്. അത് അവിടെ അതിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല. അതെപ്പോഴാണ് കടന്നു വരിക എന്ന് നമുക്ക് നിശ്ചയമില്ല. ആർക്കും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. ഒരാൾക്കും അത് മരണം എപ്പോഴാണ് എന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ ആയത്ത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അള്ളാഹുവിന്റെ അടുക്കലാണ് അന്ത്യനാളിന്റെ സമയം. വയുനസ്സിലു ഗൈസ്, മഴ വർഷിപ്പിക്കുന്നു അവൻ. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ള കാര്യമുള്ളത് അവൻ അറിയുന്നു. എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത്. ആ കുട്ടി ആരായിരിക്കും, ആ കുട്ടി, ആ ജനിക്കുന്ന കുട്ടി, ഗർഭാശയത്തിലുള്ള ആ കുട്ടി എവിടം വരെ ജീവിക്കും, ആരായിരിക്കും എന്ന് കൃത്യമായ അറിവുള്ളവൻ അല്ലാഹു ആകുന്നു. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് സംഭവിക്കുക, എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരു നഫ്സിനും ഒരാൾക്കും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല, അറിയുകയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഈ കണ്ണൂരുള്ള കുട്ടിയുണ്ട്, ലക്ഷദ്വീപിലുള്ള കുട്ടിയുണ്ട്, അതേപോലെ തന്നെ ഈ ആലപ്പുഴ കിഴക്ക് ഭാഗത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ചില ഡൽഹിയിൽ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ ഇൻഡോറിലാണ്, അവരുടെ ജോലിയും കാര്യമൊക്കെ ആയിട്ട്. ഡൽഹിയിൽ കിട്ടിയതാണ് ഈ കുട്ടിക്ക് അഡ്മിഷൻ. പക്ഷേ വേണ്ടെന്ന് വെച്ചു, ആലപ്പുഴയിൽ തന്നെ വേണം എന്നവർ തീരുമാനിച്ചു. അതേപോലെ തന്നെ കണ്ണൂരുള്ള കുട്ടിക്ക് അവിടെ കിട്ടിയതാണ് അഡ്മിഷൻ, അവരും തീരുമാനിച്ചു ആലപ്പുഴയിൽ തന്നെ ആകട്ടെ. നോക്കുക സഹോദരങ്ങളെ, അത് ഒരു തീരുമാനമാണ്, റബ്ബിന്റെ തീരുമാനം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക, പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, മരണം സംഭവിക്കുമ്പോൾ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് കേവലമായ ഒരു വർത്തമാനമായിട്ട് മാത്രം നമ്മൾ അത് പറയരുത്, മറിച്ച് ഉള്ളിൽ തട്ടിയുള്ള വർത്തമാനമായിരിക്കണം അത്. എങ്കിലേ ഏതൊരു സാഹചര്യത്തെയും നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സഹോദരങ്ങളെ, ആ മക്കൾക്ക് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യുമാറാവട്ടെ, അവരുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ തീരുമാനമാണ് ഏതാണ് നൽകുക എന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, വിശ്വാസികൾ ഉണ്ട്, അവിശ്വാസികളും ആയ ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, കാരുണ്യവാനായ റബ്ബ് പുറത്തു കൊടുക്കുമാറാവട്ടെ.
ആ രീതിയിൽ ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും, മാതാപിതാക്കൾക്കും എല്ലാവർക്കും സഹിക്കാനും ക്ഷമിക്കുവാനുള്ള മനക്കരുത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളുടെ ഹൈസക്ക് നടക്കുകയാണ്. ഈ കരുനാഗപ്പള്ളിയിൽ വെച്ച് ചുറ്റുമൂല ജമാഅത്തിന്റെ ആ ഹാളിൽ വെച്ച് നടക്കുകയാണ്. കുറേ ആളുകളൊക്കെ അതിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും രജിസ്റ്റർ ചെയ്യാനുള്ളവർ ആ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് അതിൽ നിർബന്ധമായും പങ്കെടുക്കാൻ, നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കാൻ നമ്മളെല്ലാവരും ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കാര്യത്തിനു വേണ്ടി ഒരു വലിയ സാമ്പത്തികമായ ബാധ്യത ഉണ്ടാകുന്ന കാര്യമാണ്. ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാർ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇന്നത്തെ കളക്ഷൻ നാം അതിനുവേണ്ടി നൽകുക. നമ്മുടെ ബക്കറ്റിൽ എല്ലാവരും അതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും അതേപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാളം ആളുകൾ സംഭാവനകളും സദഖകളും ഒക്കെ നൽകാറുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും അല്ലാഹു കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم توفنا مسلمين وألحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد